സുദീപ്, നീ വന്നോ? നിന്റെ ഭാര്യ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് നീ വല്ലതും അറിയുന്നുണ്ടോ? സുദീപ് വന്ന ഉടനെ തന്നെ അമ്മ പരാതികളുടെ കെട്ടഴിച്ചു. അനിയൻ സന്ദീപും അവരോടൊപ്പം ചേർത്തു. മറ്റൊന്നും കേൾക്കാതെ സന്ദീപ് നിളയെ കുറ്റപ്പെടുത്തി. നിള കണ്ണീർ പൊഴിച്ചെങ്കിലും അതൊന്നും കേൾക്കാനുള്ള ക്ഷമയോ സഹനശക്തിയോ ഒന്നും ഭർത്താവായ സുദീപ് കാണിച്ചില്ല. ഏറ്റവും ക്ഷമാലുവായിരുന്ന, സ്നേഹം നിറഞ്ഞിരുന്ന നിളയ്ക്ക് എന്താണ് പറ്റിയത് എന്നാലോചിക്കുകയായിരുന്നു എപ്പോഴും സുദീപ്. അവൾ എപ്പോഴും ഹാപ്പിയായിരുന്നു, അല്ലെങ്കിൽ ഹാപ്പിയാണെന്ന് നടിക്കുകയായിരുന്നു. വീട്ടിലെ എല്ലാവരുടെയും കാര്യവും അവൾ ശ്രദ്ധിക്കുമായിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചു വിളമ്പിയും തൂത്തു തുടച്ചും വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിച്ചും അവരവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും നില ആ വീട്ടിൽ ഒരു മരുമകളുടെ എല്ലാവിധ കർത്തവ്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഏറ്റവും അത്യാവശ്യമായി വേണ്ടി വന്ന ഘട്ടങ്ങളിലെല്ലാം വീട്ടിലേക്ക് അവൾ സ്വന്തം സ്വർണം പോലും ഊരിക്കൊടുത്ത് മാതൃക കാണിച്ചപ്പോൾ എല്ലാവരും അവളെ ആദ്യം പുകഴ്ത്തിയെങ്കിലും പിന്നീട് അതേ നാവ് കൊണ്ട് തന്നെ അവളെ ഇകഴ്ത്തുകയും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രം കൂടി ആ വീടിനുണ്ടായിരുന്നു. എല്ലാവരും ചുറ്റിനു നിന്ന് അവളെ കുത്തുവാക്കുകൾ കൊണ്ട് ക്രൂശിക്കുമ്പോഴും പുഞ്ചിരി തൂകി ഉള്ളിൽ എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി പുഞ്ചിരി തൂകി അവൾ ജീവിച്ചു. സ്വന്തം ഭർത്താവായ സുദീപിൽ നിന്ന് പോലും അവൾക്ക് നേരാവണ്ണം ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും ലഭിച്ചിരുന്നില്ല. ആ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് താൻ തഴയപ്പെടുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അനിയൻ സന്ദീപും അതുപോലെ തന്നെ അമ്മയും പിന്നീട് കുത്തുവാക്കുകളും കോളും വെച്ചിട്ടുള്ള വർത്തമാനവും അവളെ കുറ്റപ്പെടുത്തലും അവഗണനയെ തുടർന്നു വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ എത്രയോ ദിവസങ്ങളിൽ നില നീറിക്കരഞ്ഞു. അനിയൻ സന്ദീപ് സുദീപിനോട് അച്ഛനുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെ നോക്കിയിരുന്നതെന്ന് സുദീപ് മറന്നു പോവരുതെന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. അത് കേട്ട സുദീപ് തല കുനിച്ചു നിന്നു. എന്നാൽ നിളയുടെ സങ്കടം ആരും കണ്ടില്ല. ഒരു ദിവസം വീട്ടിലേക്ക് വന്ന സുദീപ് അമ്മ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ, നിന്റെ ഭാര്യ തന്നെയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൽ സുദീപ് നിളയെ പിടിച്ച് അടിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. അമ്മയും അവനോടൊപ്പം ചേർന്ന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിള കഴിയാതെ ശ്രമിച്ചെങ്കിലും സുദീപ് അവളെ കേൾക്കാൻ റെഡിയായില്ല. ആശ്വസിപ്പിക്കാനായിട്ട് സുദീപ് അടുത്തേക്ക് വന്നെങ്കിലും അവളുടെ എല്ലാവിധ സഹനശക്തിയും അതോടുകൂടി അവസാനിച്ചിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ആ പാവം പെൺകുട്ടി പിറ്റേന്ന് രാവിലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പടിയിറങ്ങി. എന്നേക്കുമായി ആ വീടിനുള്ളിൽ നിന്നും പോയതിനു ശേഷമാണ് അമ്മയോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സുദീപ് ചോദിക്കുന്നത്. അമ്മ പറഞ്ഞു, ഞാൻ ചക്കിമോൾക്ക് കൊടുത്ത ബിസ്ക്കറ്റിന്റെ കഷ്ണം നിലത്ത് വീണത് അവൾക്ക് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് നിന്റെ ഭാര്യ വന്നിട്ട് എന്നോട് കയർത്തു. നിലത്ത് വീണ ഫുഡാണോ കുഞ്ഞിന് എടുത്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവളെന്നെ വഴക്ക് പറഞ്ഞു. അതാണ് എനിക്ക് ദേഷ്യം വന്നത്. എന്നോട് വഴക്ക് പറയാൻ അവളാരാ? നിങ്ങളെ രണ്ടുപേരെയും നോക്കി വളർത്തിയത് ഞാൻ തന്നെയാണ്. ആ കാര്യം അവളുടെ കുട്ടി തന്നെയായിരിക്കും. പക്ഷെ എൻ്റെയും കൂടെ പ്രാർത്ഥനയാണ് അവളുണ്ടായത് എന്ന് പറഞ്ഞ് അവളെ നിളയെ കുറ്റപ്പെടുത്തി. സുദീപിന് അപ്പോഴാണ് കാര്യമെന്താണെന്ന് പിടികിട്ടിയത്. അയാൾക്ക് പശ്ചാത്താപവും കുറ്റബോധവും കൊണ്ട് അയാൾ നീറി. നിളയെക്കുറിച്ചോർത്ത് അയാൾക്ക് സങ്കടം വന്നു. അവൾ ചെയ്തത് ശരിയായിരുന്നെന്ന് അവന് ബോധ്യം വന്നു. പക്ഷേ എങ്കിലും അയാളുടെ ഈഗോ താഴ്ന്നു കൊടുക്കാനായിട്ട് അനുവദിച്ചില്ല. അയാൾ നിളയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ